ഇന്നത്തെ വീഡിയോ മുലപ്പാൽ കുറവുള്ള അമ്മമാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒന്നാണ്. അതുപോലെ അമ്മയാവാൻ പോകുന്നവരും ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ്. മുലപ്പാൽ കൊടുക്കുന്നതിലൂടെ കുഞ്ഞിന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും വളരെ അത്യാവശ്യമാണ്. അതുപോലെ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും മുലപ്പാലിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞ് ജനിച്ച ആദ്യ 6 മാസം മുലപ്പാൽ മാത്രവും അതിനുശേഷം 2 വയസ്സുവരെ മറ്റു ഭക്ഷണങ്ങളോടൊപ്പം മുലപ്പാൽ കൊടുക്കുവാനും പറയുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അമ്മയ്ക്ക് മുലപ്പാൽ തീരെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോർമുല മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. ഫോർമുല മിൽക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നതാണ്. പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള മുലപ്പാൽ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് ആദ്യം നമുക്ക് വേണ്ടത്. എന്നാൽ സത്യത്തിൽ എന്താണെന്ന് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പ്രസവിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 3 ദിവസങ്ങളിൽ പാലിന്റെ അളവ് വളരെ കുറവായിരിക്കും. എല്ലാവർക്കും തുടക്കത്തിലുള്ള 3 ദിവസം പാല് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പാലിന്റെ അളവ് കണ്ടിട്ട് നമുക്ക് ടെൻഷൻ ആവും. അയ്യോ, കുഞ്ഞിന് പാലില്ലല്ലോ കൊടുക്കാന്, കുഞ്ഞ് കരയുവാണല്ലോ എന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോർമുല മിൽക്കൊക്കെ കൊടുക്കും. ടെൻഷൻ മുലപ്പാലിന്റെ അളവ് കുറയ്ക്കുകയേ ചെയ്യുള്ളൂ. എന്നാൽ തുടക്കത്തിലുള്ള ഈ പാല്, അതായത് കൊളസ്ട്രം, കുഞ്ഞിന്റെ വിശപ്പ് മാറ്റുന്നതാണ്. കുഞ്ഞ് കരയുന്നത് വിശപ്പ് കൊണ്ട് മാത്രമാണെന്ന് കരുതരുത്. കുഞ്ഞ് അത്രയും കാലം നമ്മുടെ വയറ്റിനുള്ളിലായി പെട്ടെന്ന് പുറത്തു വന്നതുകൊണ്ടുള്ള ചേഞ്ച് കാരണമായിരിക്കും കുഞ്ഞ് കരയുന്നത്. കുഞ്ഞിന് ആകെ അറിയുന്ന കാര്യമാണ് ഉറങ്ങുക, കരയുക എന്നുള്ളത്. മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ എന്നുള്ള വിശ്വാസം നമ്മൾ കൈവിടരുത്. എത്ര നേരത്തെ നമുക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കുഞ്ഞിന് പാല് കൊടുക്കണം. നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞിന് പാല് കൊടുക്കാവുന്നതാണ്. എന്നാൽ സിസേറിയൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് റൂമിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റുള്ളൂ. കൂടെ കുഞ്ഞിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എത്ര തവണ ഫീഡ് ചെയ്യുന്നോ അത്രയും പാല് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. കുഞ്ഞ് പാല് കുടിക്കുന്നതിന് അനുസരിച്ച് പാലുൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിഡോസിൻ അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പാല് കൂടുതൽ ഉണ്ടാവാനായി സഹായിക്കുകയും ചെയ്യും. അതുപോലെ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ദിവസവും 2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞ് പാല് കുടിക്കുന്നത് കൊണ്ട് തന്നെ അമ്മ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആയി പോകും. കുഞ്ഞ് പാല് വലിച്ചു കുടിക്കുന്നത് ഏരിയോളയും നിപ്പിളും കൂടി കവർ ചെയ്തിട്ടാവണം. കറക്റ്റ് ആയിട്ട് കുഞ്ഞ് പാല് സക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പാല് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നത്. മറ്റൊന്ന്, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പയർ വർഗ്ഗങ്ങള്, ചിക്കൻ, ചെറിയ മത്സ്യങ്ങള്, മുട്ട, പാല്, ഇലക്കറികള്, എള്ള്, തേങ്ങ തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ ഉലുവ, ജീരകമൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ബ്രസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത് പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ്. മറ്റൊന്ന്, നല്ലപോലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തുടക്കത്തിൽ നമുക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഉറക്കം കുറവായിരിക്കും. അതുകൊണ്ട് കുഞ്ഞ് ഉറങ്ങുന്ന ടൈമിൽ നമ്മൾ റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പാൽ ഉൽപാദനത്തിന് വേണ്ടിയിട്ട്. അതുപോലെ മനസ്സിന്റെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഫീഡിങ്ങിന് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. മുലപ്പാലിന് പകരം വെക്കാൻ വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.